ഈ ദേശാഭിമാനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ എഡിറ്റർമാരുണ്ടെങ്കിൽ നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നോക്കും. അതിലേതെങ്കിലും ഒന്ന് നമുക്കെതിരെ തിരിച്ചടിയാകുമെങ്കിൽ ഒരുപക്ഷെ അത് വാർത്തയല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ടുകളോ ഒക്കെ മാറ്റാൻ എഡിറ്റർമാർ ഈ പറയുന്ന റിപ്പോർട്ടർമാരോട് പറയുകയോ ലേഖനങ്ങൾ സംഭാവന ചെയ്യുന്നവരോട് പറയുകയോ ചെയ്യും. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഒരു നാടക നിരൂപണം വരും. രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഇടതു അനുഭാവിയാണ് ആ നിരൂപണം നടത്തുന്നത്. കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതുന്നത്. അത് ഏത് വിജയൻ ഉദ്ദേശമാണ്? അത് ഈ വിജയൻ ഉദ്ദേശമല്ല. പക്ഷെ അങ്ങനൊരു തലക്കെട്ട് ദേശാഭിമാനിയിൽ വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അവിടെ ആ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്നവർക്ക് അറിയൂലേ? സ്വാഭാവികമായും അത് വലിയ ട്രോളായിട്ട് മാറും. അത് അവസാന നിമിഷം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പ് ഇന്നലെ പ്രസിദ്ധീകരിക്കാതെ പോയത്. ഇതാണ് അതിൻ്റെ സത്യം. അപ്പം ഇതിനിടയിൽ വിവാദങ്ങൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് നേതൃത്വം. വാരാന്ത്യപ്പതിപ്പിൽ പുറത്തിറക്കാനാവാത്ത സാഹചര്യം പരിശോധിക്കും. ചുമതലക്കാരനെതിരെ അച്ചടക്ക നടപടിയും ആലോചനയിലാണ്. ഇന്നലെ പുറത്തിറക്കേണ്ടിയിരുന്ന വാരാന്ത്യപ്പതിപ്പ് ഇന്ന് ഒരു ദിവസത്തിന് ശേഷം പുറത്തിറക്കി. സാങ്കേതികമായി തടസ്സമുണ്ടായി എന്നൊക്കെയാണ് ഇന്നലെ റെസിഡന്റ് എഡിറ്റർ വിശദീകരിച്ചത്. എന്തായിരുന്നു അത്? കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഫീച്ചർ അത് തന്നെയാണ്. ഇന്നിപ്പോൾ പത്രം നോക്കുമ്പോൾ, വാരാന്ത്യപ്പതിപ്പ് നോക്കുമ്പോൾ അതിൽ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഫീച്ചർ ഇല്ല എന്നതാണ്. അപ്പോൾ എഡിറ്റർ പറയുന്നത് അങ്ങനൊരു ഫീച്ചറൊന്നും ഈ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ്. പക്ഷേ ആ ഫീച്ചർ എഴുതിയ ആൾ പറയുന്നത് ഞാൻ അയച്ചു കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. ചെറിയൊരു നിരാശയുണ്ടോ മുഖത്ത് അർജന്റീന തോറ്റതിൻ്റെ? നമ്മൾ അർജന്റീനയുടെ ആളേ അല്ല, അവർ തോക്കേണ്ട ആളുകളാണെന്ന നിലപാടുള്ള അർജന്റീന വിരുദ്ധ പക്ഷത്തുള്ള ആളാണ്. ശരി, അതാണ്. അപ്പൊ ഒരു സന്തോഷമുണ്ട് അല്ലേ? ഒരു അപ്പൊ നമ്മള് സന്തോഷമാണ്. അതെ അതെ, ഓക്കെ. അപ്പൊ നമ്മള് റഹീസിന്റെ മനസ്സിൽ മനസ്സിലായില്ലേ? അപ്പൊ റഹീസ് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞ അർജന്റീനയ്ക്ക് ഇക്കുറി ഒരുപാട് ഹേറ്റേഴ്സ് എങ്ങനെയൊക്കെയോ വന്നു പെട്ടു കേട്ടോ. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത ചില വിവാദങ്ങളും ഒക്കെ ഉണ്ടായി, അത് വേറൊരു കാര്യം. പക്ഷേ എങ്കിലും കളിക്കളത്തിൽ നിന്നും അവർക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഫിഫ അവർക്കൊപ്പം നിന്നു എന്നൊക്കെ തരത്തിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് റഹീസ് പറഞ്ഞത്. അപ്പൊ റഹീസ്, നമ്മൾ ദേശാഭിമാനിയിലേക്ക് എത്തിയാലേ, ദേശാഭിമാനിയുടെ കാര്യത്തിൽ ഈ എഡിറ്റർ കാണാതെ ഇങ്ങനെ ഒരു ഫീച്ചറൊക്കെ എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നലെ സ്വരാജൊക്കെ വന്ന് പറഞ്ഞത്, റെസിഡന്റ് എഡിറ്റർ പറഞ്ഞത്, പത്രത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ്. ഈ ഫീച്ചറിനെ കുറിച്ച് അറിയേയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ലല്ലോ വിഴിഞ്ഞത്തിന്റെ പേരിൽ തുടർച്ചയായിട്ട് 2 തവണ ദേശാഭിമാനിക്കെതിരെ പാർട്ടി നേതൃത്വത്തിൽ തിരിയേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറിക്ക് തന്നെ അങ്ങനെ ഒരു വാർത്ത വരാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടി വന്നു. ഇപ്പോൾ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള നിരൂപണം ഒഴിവാക്കേണ്ടി വരുന്നു. ഒരു ദിവസത്തേക്ക് വാരാന്ത്യപ്പതിപ്പ് മാറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഗൗരവത്തോടു കൂടിയാണോ പാർട്ടി ഇത് കാണുന്നത്? ഇന്ന് പുറത്തിറക്കിയ പത്രത്തിന്റെ വാരാന്ത്യപ്പതിപ്പിൽ ഇതൊന്നും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഇത് കാണുന്നത്. കാരണം ഇന്നലെ പുറത്തിറക്കേണ്ട വാരാന്ത്യപ്പതിപ്പിൻ്റെ സോഫ്റ്റ് കോപ്പി അച്ചടിച്ച് മുകളിലേക്ക് വിട്ട സമയത്താണ് ഈ കള്ളൻ വിജയൻ മുട്ടത്തിപ്പാറ PO എന്ന ഹെഡ്ലൈൻ തലക്കെട്ട് കാണുന്നത്. അത് പ്രശ്നമാണ് എന്ന് അത് കണ്ട ആളുകൾ പറഞ്ഞെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻറ്റേർണലായിട്ടുള്ള വിവരങ്ങളാണ്. പക്ഷേ ആ തലക്കെട്ട് അല്ലെങ്കിൽ ആ ലേഖനം ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ചപ്പോൾ അങ്ങനെ ആ ലേഖനം ഒഴിവാക്കാൻ പറ്റില്ല എന്ന നിലപാട് വാരാന്ത്യപ്പതിപ്പിൻ്റെ ചുമതലയുള്ള ആൾ എടുത്തു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് ഇന്നലെ പുറത്തിറക്കേണ്ട എന്ന തീരുമാനം പാർട്ടിയും ദേശാഭിമാനിയും എടുക്കുകയും ചെയ്തത്. സാങ്കേതിക കാരണങ്ങൾ എന്നൊക്കെ റെസിഡന്റ് എഡിറ്റർ കൂടിയായ M സ്വരാജ് പറയുന്നുണ്ടെങ്കിലും അത് സാങ്കേതിക കാരണം എന്ന് പറയുന്നത് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത് എഴുതിയ TC രാജേഷ് സിന്ധു എൻ്റെ പിഴവാണ്, ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആളെ ഇന്നലെ നമ്മൾ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദേശാഭിമാനിയിൽ എന്ന് പറഞ്ഞ് 2 ആളുകൾ വന്നിരുന്നു, വിവരങ്ങൾ ചോദിച്ചിരുന്നു, കുടുംബ ഫോട്ടോ വാങ്ങിക്കൊണ്ട് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉറപ്പായും അതുതന്നെയാണ് കാരണം എന്ന് വ്യക്തമാണ്. ഇന്നത്തെ ദേശാഭിമാനിക്കൊപ്പം ഇന്നലെ വായനക്കാർക്ക് കിട്ടേണ്ട വാരാന്ത്യപ്പതിപ്പ് കിട്ടിയിട്ടുണ്ട്. VS അച്യുതാനന്ദനെ കുറിച്ച് KV സുധാകരൻ എഴുതിയ ഒരു മനോഹരമായ ഒരു ലേഖനത്തോടു കൂടിയാണ് ആദ്യ പേജുള്ളത്. അവസാന പേജും VS അച്യുതാനന്ദനെ കുറിച്ച് തന്നെയുള്ള മറ്റൊരു ഫുൾ പേജ് ലേഖനമാണ്. അതിനിടയിലുള്ള പേജുകളിൽ ഇന്നലെ കൊടുക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ആ നാടകക്കാരനെ കുറിച്ചുള്ള ഫീച്ചർ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ മറ്റു പല
കാര്യങ്ങളുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടി പക്ഷേ ഇത് ഗൗരവത്തിലെടുക്കുന്നു. ഒരു പക്ഷേ ഒരു അച്ചടക്ക നടപടിക്ക് വരെ സാധ്യതയുണ്ട്. ആ നടപടി ഉണ്ടായിക്കഴിഞ്ഞു എന്ന് വരെ ദേശാഭിമാനിയിൽ നിന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് ഇന്നലെ പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ്. ഇന്നലെ ജൂലൈ മാസം 19 ഞായറാഴ്ച പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ചയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യം വന്ന വാർത്ത ഈ പറയുന്ന VS-ന്റെ ലേഖനം VS-നെ കുറിച്ചുള്ള ഓർമ്മ പ്രസിദ്ധീകരിക്കാതെയാണ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നില്ല വിഷയം. അതിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അത് KV സുധാകരൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മുഴങ്ങുന്നതിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിൽ. പക്ഷേ കള്ളൻ വിജയൻ എന്ന നിരൂപണം സംഭവത്തിലില്ല, വാരാന്ത്യ പതിപ്പിലില്ല.